ബംഗ്ലാദേശുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തി പാകിസ്ഥാൻ. വാണിജ്യ ബന്ധത്തിനു പുറമെ പ്രതിരോധം, രഹസ്യാന്വേഷണം തുടങ്ങിയ മേഖലകളിലും സഹകരണം ശക്തിപ്പെടുത്തുവാനാണ് ഇരു രാജ്യങ്ങളും തയ്യാറെടുക്കുന്നത്. ഇതിന്റെ ഭാഗമായി ധാക്കയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ കാര്യാലയത്തിൽ പാക് ചാരസംഘടനയായ ISIയുടെ പ്രത്യേക സെല്ലിന് രൂപം നൽകിയെന്നാണ് ഇന്ത്യൻ ഇന്റലിജൻസിന് ലഭിച്ചിരിക്കുന്ന വിവരം. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മീഷൻ ചെയർമാൻ ജനറൽ ഷഹീർ ഷംഷാദ് മിർസ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ബംഗ്ലാദേശിലെത്തിയിരുന്നു. സന്ദർശനത്തിന്റെ ഭാഗമായി ബംഗ്ലാദേശിലെ കര, നാവിക, വ്യോമസേനകളുടെ മേധാവിമാരുമായും ഇടക്കാല സർക്കാരിലെ മുഖ്യ ഉപദേഷ്ടാവുമായ മുഹമ്മദ് യൂനുസുമായും ഷംഷാദ് മിർസ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ സംഘത്തിൽ ISI ഉദ്യോഗസ്ഥരും പാക് നാവികസേനയിലെയും വ്യോമസേനയിലെയും പ്രതിനിധികളുമുണ്ട്. ഇവർ ബംഗ്ലാദേശ് രഹസ്യാന്വേഷണ ഏജൻസിയായ നാഷണൽ സെക്യൂരിറ്റി ഇന്റലിജൻസിലെയും ഡയറക്ടർ ജനറൽ ഫോഴ്സസ് ഇന്റലിജൻസിലെയും ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഇരു രാജ്യങ്ങളെയും രഹസ്യാന്വേഷണ ഏജൻസികൾ പരസ്പരം വിവരങ്ങൾ കൈമാറാൻ തീരുമാനമെടുത്തുവെന്നാണ് വിവരം. ബംഗാൾ ഉൾക്കടലിലെ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെയും വ്യോമമേഖലയെയും നിരീക്ഷിക്കാനുള്ള പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ നീക്കമാണിതെന്നാണ് വിലയിരുത്തൽ. ഈ ചർച്ചകളുടെ ഭാഗമായാണ് ധാക്കയിലെ പാക് ഹൈക്കമ്മീഷൻ കാര്യാലയത്തിൽ ISI ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള അംഗീകാരം പാകിസ്ഥാൻ നേടിയെടുത്തത്. ആദ്യഘട്ടമായി ISIയിലെ ഒരു ബ്രിഗേഡിയർ, 2 കേണൽമാർ, 4 മേജർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ, പാക് നാവികസേനയിലെയും വ്യോമസേനയിലെയും ഓരോ ഉദ്യോഗസ്ഥർ, ഇവരുടെ സ്പോർട്സ് സ്റ്റാഫ് എന്നിവരെയുമാണ് ധാക്കയിലെ പാക് ഹൈക്കമ്മീഷനിൽ നിയമിക്കുക. ഇതിന് പകരമായി ബംഗ്ലാദേശ് സൈന്യത്തിന് സാങ്കേതിക സഹായം, പരിശീലനം, ആയുധങ്ങൾ എന്നിവ നൽകും. ഇരു രാജ്യങ്ങളും സംയുക്തമായി നാവിക വ്യോമ അഭ്യാസങ്ങളും സംഘടിപ്പിക്കും. പാകിസ്ഥാനിൽ നിന്ന് JF-17 തണ്ടർ എന്ന യുദ്ധവിമാനങ്ങളും ഫത്വ റോക്കറ്റുകളും ബംഗ്ലാദേശ് വാങ്ങിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. സഹകരണം ശക്തമാക്കാനുള്ള ധാരണാപത്രം ഒപ്പിടാനായി ബംഗ്ലാദേശിൽ നിന്നുള്ള ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെ സംഘം ഉടൻ തന്നെ പാകിസ്ഥാൻ സന്ദർശിച്ചേക്കുമെന്നാണ് വിവരം. ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ച പ്രക്ഷോഭത്തിന് പിന്നാലെ ബംഗ്ലാദേശിന്റെ വിദേശ നയത്തിൽ കാര്യമായ വ്യതിചലനമുണ്ട്. മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ പാകിസ്ഥാനുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് പ്രതിരോധ സഹകരണം ശക്തമാക്കുന്നത്.